ഈശോംശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, 84-ാം സങ്കീർത്തനം 10-ാം വാക്യം. അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളേക്കാൾ അങ്ങയുടെ സന്നിധിയിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും എത്രമാത്രം അനുഗ്രഹപ്രദമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. വചനഭാഗത്ത് മർത്തായെയും മറിയത്തെയും നാം കാണുന്നുണ്ട്. നല്ല ഭാഗം തിരഞ്ഞെടുത്ത മറിയത്തെ പറ്റി വചനത്തിൽ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മറിയം കർത്താവിൻ്റെ വാക്കുകൾ കേട്ടു. 2, മറിയം കർത്താവിൻ്റെ പാദത്തിനരികിൽ ഇരുന്നു. രക്ഷകനായ ഈശോയെ സ്വന്തമാക്കുകയും ഈശോയുടെ വാക്കുകൾ കേട്ട് ഈശോയെ കൂടുതൽ അറിയുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ വലിയ ഭാഗ്യമെന്ന് മറിയം വിശ്വസിച്ചിരുന്നു. വിശുദ്ധരിൽ വെച്ച് വിജ്ഞനും വിജ്ഞരിൽ വെച്ച് വിശുദ്ധനുമായ വിശുദ്ധ തോമസ് അക്വിനാസിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, തോമ, നീ എന്നെ പറ്റി വളരെ നന്നായി തന്നെ എഴുതിയിട്ടുണ്ട്. പകരമായി നിനക്ക് എന്താണ് വേണ്ടത്? ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ വിശുദ്ധ തോമസ് അക്വിനാസ് മറുപടി പറഞ്ഞു, കർത്താവെ, അങ്ങേ അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മാത്രം മതിയെന്ന്. ഈശോയെ സ്വന്തമാക്കിയവരും ഈശോയെ അടുത്തറിഞ്ഞവരുമായിരുന്നു വിശുദ്ധരെല്ലാവരും. മതപീഡനം നടക്കുന്ന കാലഘട്ടം. ക്രിസ്ത്യാനികളായ ഒരു കൂട്ടം യുവാക്കളെ കൊല്ലുവാനായി പടയാളികൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പടയാളികൾ ആ യുവാക്കളോടായി പറയുന്നുണ്ട്, ക്രിസ്തുവിനെ തള്ളി പറയുകയാണെങ്കിൽ നിങ്ങളെ ജീവനോടെ വിട്ടയക്കാമെന്ന്. അപ്പോൾ ആ യുവാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ ജീവൻ വെടിയേണ്ടി വന്നാലും ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഈശോയുടെ നാമം ഏറ്റുപറഞ്ഞ് ആ യുവാക്കൾ ഓരോന്നായി പടയാളികളുടെ വാളിനിരയാവുകയായിരുന്നു. അവസാനം നിന്ന് ആ യുവാവിനോടായി പടയാളികൾ ചോദിക്കുന്നുണ്ട്, നിന്റെ സുഹൃത്തുക്കളെല്ലാം വാളിനിരയായത് നീ കണ്ടില്ലേ? നീ ഇനിയും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? ആ യുവാവ് മറുപടി പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. പടയാളികൾക്ക് സന്തോഷമായി. എന്നാൽ ആ യുവാവ് ഇപ്രകാരം അവരോട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, കാരണം ഞാനൊരു ക്രിസ്ത്യാനിയല്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് നന്നായി അറിയാം. വളരെ നന്മയുള്ള എൻ്റെ സുഹൃത്തുക്കൾ ആ ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായെങ്കിൽ ആ ക്രിസ്തു എത്രമാത്രം മഹത്വമുള്ളവനാണെന്നും ആ ക്രിസ്തു എത്രമാത്രം സ്നേഹമാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. ആ ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് അവരെ പോലെ മരിക്കാൻ ഞാനും തയ്യാറാകുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ നാമം ഏറ്റുപറഞ്ഞുകൊണ്ട് ആ യുവാവും സ്വന്തം ജീവൻ ഈശോയ്ക്കായി സമർപ്പിച്ചു. ഈശോയെ അടുത്തറിഞ്ഞവരാരും ഈശോയെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. വിശുദ്ധ മദർ തെരേസ ഈ വാക്കുകളെ പറ്റി പറയുന്നത്, ഈശോയുടെ ഈ ദാഹം എന്നത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്, നമ്മെ സ്വന്തമാക്കാനുള്ള ഈശോയുടെ ആഗ്രഹമാണ്. വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന്. നമ്മെ സ്വന്തമാക്കിയ ഈശോയെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മളെക്കാൾ കൂടുതലായി നമ്മളെ അറിയുന്നവനാണ് നമ്മുടെ ഈശോ. നമ്മൾ ഈശോയുടെ അടുത്ത് ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മൾക്ക് ഉത്തരം തരുന്ന ആ ഈശോയെ നമ്മൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതം ഈശോ നോക്കിക്കൊള്ളും. മറിയത്തെ പോലെ ഈശോയുടെ വാക്കുകൾ കേട്ട് ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയോടൊപ്പമായിരിക്കുവാനും നമുക്കൊരുങ്ങാം. 84-ാം സങ്കീർത്തനം 10-ാം വാക്യം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.